നമസ്കാരം, ഞാൻ ആലപ്പി ഗോപകുമാർ. ഏവർക്കും എൻ്റെയും കൊച്ചിൻ മിമിക്സ് മീഡിയയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പം എല്ലാവരും ഓണം ആഘോഷിക്കാനുള്ള തിരക്കിലാണ് ഞാൻ. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യം ചെയ്യുന്നതിന് ശിക്ഷ വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇത് പറയാൻ കാരണം സൈനൈഡ് കൊടുത്തും ജ്യൂസിൽ കഷായം കലർത്തിയൊക്കെ കൊലപ്പെടുത്തിയ ആളുകൾ ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങി അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. ഇവർ മൂലം കൊല്ലപ്പെട്ടവരുടെ ഉറ്റവരുടെ ദുഃഖങ്ങളോ സങ്കടങ്ങളോ കാണാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല, അതിനൊട്ട് സമയവുമില്ല. ഞാനിത് പറയാൻ കാരണം കാമുകിയാൽ കൊല ചെയ്യപ്പെട്ട സ്വന്തം മകൻ്റെ കാമുകിയോട് ഒരച്ഛന് പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. സകലതുമോർത്തു വയ്ക്കണം നീ ചെയ്ത സകലതിനെ കുറിച്ചും ഓർമ്മയുണ്ടാകണം. സകലതുമോർത്തു വയ്ക്കണം നീ ചെയ്ത സകലതിനെ കുറിച്ചും ഓർമ്മയുണ്ടാകണം. നീ പറഞ്ഞ വാക്കുകൾ കേട്ട്, നീ കൊടുത്ത പാനീയമേറ്റ്, നീ ഇല്ലാതാക്കിയ എൻ്റെ പ്രിയപ്പെട്ട മകനെ ഓർത്ത്. നീ പറഞ്ഞ വാക്കുകൾ കേട്ട്, നീ കൊടുത്ത പാനീയമേറ്റ്, നീ ഇല്ലാതാക്കിയ എൻ്റെ പ്രിയപ്പെട്ട മകനെ ഓർത്ത്. തേങ്ങുന്നിതാ എൻ ഹൃദയം, പുകഞ്ഞു തന്നെ ഇരിക്കപ്പെടും. സകലതുമോർത്തു വയ്ക്കണം നീ ചെയ്ത സകലതിനെ കുറിച്ചും ഓർത്തുരുകണം നീ. സകലതിനെ കുറിച്ചും ഓർത്തുരുകണം നീ. ിലറിഞ്ഞോണ്ട് അവനെ വിളിച്ചു വരുത്തി കഷായം നൽകിയത്, ചുംബനവും ചെറുപുഞ്ചിരിയും കൊണ്ട് എൻ്റെ മകൻ്റെ ചങ്കും കരളും വെട്ടി നുറുക്കിയത്. സത്യമവനറിയാം, നീ കൊടുത്തത് കൊടും വഞ്ചനയുടെ വിഷപാനീയമാണെന്ന്. പക്ഷേ സ്വന്തം ജീവന് പുല്ലുവിലയിട്ടെന്തൊരു വിഡ്ഢീവൻ. എന്തിനാണ് എൻ്റെ മകൻ്റെ ജീവിതം ഇങ്ങനെ ഇല്ലാണ്ടാക്കിയത്? എന്തിനാണ് എൻ്റെ മകനെ കൊന്നുകളഞ്ഞി ക്രൂരത കാട്ടിയത്? സകലതുമോർത്തു വയ്ക്കണം നീ ചെയ്ത സകലതിനെ കുറിച്ചും ഓർത്തുരുകണം നീ. സകലതുമോർത്തു വയ്ക്കണം നീ ചെയ്ത സകലതിനെ കുറിച്ചും ഓർത്തുരുകണം നീ. മനസാക്ഷിയുള്ളോർക്കല്ലേ മനതാരിൽ മനമുരുകൂ. ഇതു പറഞ്ഞ ഞാനാണല്ലേ മകനേക്കാൾ പടുവിഡ്ഢി. മനസാക്ഷിയുള്ളോർക്കല്ലേ മനതാരിൽ മനമുരുകൂ. ഇതു പറഞ്ഞ ഞാനാണല്ലേ എൻ മകനേക്കാൾ പടുവിഡ്ഢി.